ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ തമിഴ് സിനിമയായ കാന്ത തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ് പിന്നിടുന്നത്. സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ റാണ ദഗവതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയാണ് താരങ്ങൾ. തമിഴിലും തെലുങ്കിലുമായി തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം എടുത്തു കഴിഞ്ഞ ഈ സിനിമ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക് ഉൾപ്പെടെയുള്ള വിവിധ ട്രാക്കർമാരുടെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച 1,05,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,20,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 6,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ കളക്ട് ചെയ്തത് 4,55,00,000 രൂപയാണ്. കർണാടകയിൽ 1,55,00,000 കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 40,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 16,30,00,000 രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 6 കോടി രൂപയാണ്. അങ്ങനെ 22,30,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വേഫെയർ ഫിലിംസ് ഒഫീഷ്യലായി ഇന്ന് പുറത്തുവിട്ട കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 24,50,00,000 രൂപയാണ്. ഇനി 4ാം ദിനവും വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 35 ലക്ഷം റേഞ്ചിലാണ് കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3,55,00,000 രൂപയാണ് ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് 2.5-3 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 25 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രണവ് മോഹൻലാൽ നായകനെ രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ മലയാള സിനിമയാണ് DSE. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ 35,74,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 18ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30-35 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 36 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 79,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അൻഷിൽ ശർമ്മ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് ദേ പ്യാർ ദേ 2. അജയ് ദേവ്ഗൻ, മാധവൻ, രാഹുൽ പ്രീത് സിംഗ്, ജാവേദ് ജാഫരി, മീസാൻ ജാഫ്രി, ഗൗതമി കപൂർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 41,75,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 12,50,00,000 വിദേശ കളക്ഷനായും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 54,25,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 4ാം ദിവസമായ വർക്കിംഗ് ദിനം കൂടിയെന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5.5-6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 60 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. രാഹുൽ രവീന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ദി ഗേൾ ഫ്രണ്ട്. രശ്മിക മന്ദാന, ദീക്ഷിത് ഷെട്ടി, അനു ഇമ്മാനുവൽ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 3,80,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 18,15,00,000 രൂപയും വിദേശ കളക്ഷനായി 7 കോടി രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 10 ദിവസം കൊണ്ട് 25,15,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഈ സിനിമ 28 കോടിക്ക് മുകളിലാണ് ആദ്യ 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. റീ റിലീസായി തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിജയം നേടിയ സിനിമയാണ് ബാഹുബലി ദി എപ്പിക്. പ്രഭാസ് നായകനായി SS രാജമൗലി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 റീ റിലീസായി വീണ്ടും തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് 1,38,00,000 രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 17 ദിവസം കൊണ്ട് 40 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി 12,50,00,000 രൂപയും നേടിയെടുത്തിരുന്നു. അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 52,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഭക്തിയും ത്രില്ലറും ഇഴചേർന്ന ശ്രീ അയ്യപ്പൻ എന്ന സിനിമ ഈ വരുന്ന ഡിസംബർ 5 തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിന്റെ തിരക്കഥാ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് വിഷ്ണു വെഞ്ഞാറമൂടാണ്. ബോളിവുഡ് താരം അൻസാർ മുംബൈ, റിയാസ് ഖാൻ, അനീഷ് രവി, കോട്ടയം രമേശ്, പൂജപ്പുര രാധാകൃഷ്ണൻ, കൊല്ലം തുളസി, ദിനേശ് പണിക്കർ, ടാക്കുള സുധീർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് ഈ സിനിമ തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.